ജീവ് ജയൻ സാർക്ക് അവർക്ക് പറയുന്ന കാഴ്ചപ്പാടുകൾ ഇത് വളരെ പോസിറ്റീവാണ് മുന്നോട്ട് വരുമ്പോൾ. ഇനി നമുക്ക് ഈ റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എത്ര കണ്ട് ഈ സമരവാദങ്ങളെ തടുക്കുന്നതാണ്, പ്രത്യേകിച്ച് ഈ മത്സ്യപ്രജനനത്തെ ബാധിക്കും, വേമ്പനാട്ട് കായലിൻ്റെ പരിസ്ഥിതി അപ്പാടെ മാറിപ്പോകും, അവിടുത്തെ ഭൂപ്രകൃതിയിൽ തന്നെ മാറ്റമുണ്ടാകും, അങ്ങനെ വലിയ വാദങ്ങളൊക്കെ ഉയരുന്നുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഈ മത്സ്യമേഖലയിലെയും അവരുടെ ആശങ്കകളെയും. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ പദ്ധതി ആരെയും ബാധിക്കില്ല എന്ന് പറയുന്നതിനപ്പുറം മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാവുന്ന ആശങ്കകളെ എത്ര കണ്ട് ദൂരീകരിക്കുന്നതാണ് ഈ റിപ്പോർട്ട്? ഈ റിപ്പോർട്ടിനകത്ത് വളരെ കൃത്യമായി പറയുന്നു. അവർ ആദ്യം തന്നെ, അതായത് ഒരു കൺക്ലൂഷനിലേക്ക് എത്തി തന്നെ പറയുന്നത്, ഈ മത്സ്യത്തൊഴിലാളികളുമായുള്ള വിഷയങ്ങൾ പരിഹരിച്ച ഒരു സമന്വയത്തിലൂടെ വേണം ഈ പദ്ധതി നടപ്പിലാക്കാനെന്നാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയുന്നത് ഈ സീപ്ലെയിന്റെ റൺവേ 1.5 കിലോമീറ്റർ ആണ് വേണ്ടത്. അതിന്റെ വാട്ടർ ഡോം ക്രമീകരിക്കുന്നതിന് വേണ്ടി ഏകദേശം 250 മീറ്റർ ചുറ്റളവിൽ ഒരു സ്പേസ് കൂടി ഒരുക്കേണ്ടതായി ഉണ്ട്. അതിൽ മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് മത്സ്യപ്രജനനത്തെ ഇത് ബാധിക്കുമെന്നാണ്. അതിന് പ്രധാനമായി പറയുന്നത് ആദ്യഘട്ടത്തിൽ പുന്നമട കായലായിരുന്നു ഇതിന്റെ ഒരു വാട്ടർ ഡോം സ്ഥാപിച്ചുകൊണ്ട് അത് ലാൻഡിംഗ് ഏരിയയായി കണക്കാക്കിയിരുന്നത്. ഈ പുന്നമട കായലിൽ നിന്ന് മാറ്റി വട്ടക്കായലിലേക്ക് ഇത് മാറ്റണം. അതായത് മത്സ്യത്തൊഴിലാളികളെ മത്സ്യബന്ധനം കുറവുള്ള സ്ഥലം, ഒപ്പം തന്നെ ആഴം കൂടിയ സ്ഥലം, അതായത് 1.5 മീറ്ററിന് താഴെ ഈ ലാൻഡിംഗ് ഏരിയ ഉള്ള ഡെപ്ത് വേണം. അത്തരത്തിൽ ആഴമുള്ള സ്ഥലത്തിലേക്ക് വട്ടക്കായലിലേക്ക് മാറ്റുക. അങ്ങനെ വട്ടക്കായലിലേക്ക് മാറ്റുകയാണെങ്കിൽ വളരെ കുറച്ച് കുടുംബങ്ങൾ മാത്രമായിരിക്കും ഈ പറഞ്ഞ ഏരിയയിലേക്ക് വരിക. അങ്ങനെ വരുന്ന ആ കുടുംബങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ, ഇപ്പോൾ നമുക്കറിയാം അവിടെ ഏറ്റവും പ്രധാനമായി വിപണിയുള്ളത് കരിമീൻ കൃഷിയാണ്. ആ കരിമീൻ കൃഷിക്ക് വേണ്ടിയുള്ള ഓപ്പൺ, അതായത് കായലിൽ തന്നെ ഓപ്പൺ വാട്ടർ കേജ് രീതിയിൽ കൃഷി ചെയ്യണം. അതായത് ഓപ്പൺ രീതിയിൽ കൃഷി ചെയ്യാൻ കഴിയും. അതായത് ചെറിയ സ്ക്വയറുകളായി തിരിച്ചുകൊണ്ട് അതിനകത്ത് കരിമീനെ തിരിച്ച് അവിടെ ഇട്ട് വളർത്തുക. അതിനുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ സർക്കാർ വിതരണം ചെയ്യുക. ഒപ്പം തന്നെ സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുക. ആ സഹകരണ സംഘങ്ങൾക്ക് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്ന വളരെ കുറച്ച് കുടുംബങ്ങൾ മാത്രമേ അത് വരുള്ളൂ. അങ്ങനെ വരുന്ന ആളുകൾക്ക്, പ്രതിഷേധമുള്ള ആളുകളെ ഉൾപ്പെടുത്തി അവരുടെ പ്രതിനിധികളെ 10 പേരെ ലീഡ് ചെയ്യാനായി, അവരെ നയിക്കാനായി ഉൾപ്പെടുത്തിക്കൊണ്ട് സഹകരണ സംഘം രൂപീകരിച്ചുകൊണ്ട് ആ പണം അതിലേക്ക് ഒഴുക്കുക. ഇതിനായുള്ള പണം സർക്കാരല്ല കണ്ടെത്തേണ്ടത്, മറിച്ച് സീപ്ലെയിൻ കമ്പനികൾ അവരുടെ CSR ഫണ്ട് ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതായത് മത്സ്യത്തൊഴിലാളികളെ കരുതിക്കൊണ്ട് തന്നെയുള്ള റിപ്പോർട്ടായിരുന്നു ഇത്. അവരെ കൂടി ഉൾപ്പെടുത്തണം. ഇനി വട്ടക്കായൽ പ്രശ്നമാണെങ്കിൽ അതിനപ്പുറത്തേക്ക് കായൽ കൊണ്ട് മൂടിക്കിടക്കുന്ന ഒരുപാട് പ്രദേശങ്ങൾ പുന്നമടയിലും ഒക്കെ ഉണ്ട്. ഒപ്പം പുറക്കാട് സ്മൃതിവനമുണ്ട്, പൂതപ്പണ്ടം കായലുണ്ട്. അവിടെയൊക്കെ മാലിന്യം നിറഞ്ഞ് കായലുകൾ മൂടിക്കിടക്കുകയാണ്. ഈ പ്രദേശങ്ങളൊക്കെ ഇതിന്, അതായത് പ്ലെയിൻ ലാൻഡിങ്ങിനായി ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള നല്ലൊരു സജഷൻ ഈ റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ആശങ്കകളെയൊക്കെ എങ്ങനെ ദൂരീകരിക്കാൻ കഴിയുമെന്നുള്ളത് ആ റിപ്പോർട്ട് കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊന്ന് ഈ പ്ലെയിൻ ലാൻഡിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഇഷ്യൂസ് ആണ്. അതായത് പ്ലെയിൻ ലാൻഡ് ചെയ്യുമ്പോൾ അവിടെ ഉള്ള മത്സ്യപ്രജനനത്തെ ഇത് ബാധിക്കുമോ, അതായത് പ്ലെയിൻ അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ളതാണ്. പക്ഷേ അവർ സ്റ്റഡീസ് വെച്ചിട്ട് അവർ പറയുന്നത് ഇത് ഒരു പരുന്തിറങ്ങുന്നത് പോലെയാണ്, സാവധാനമാണ് ഈ പ്ലെയിൻ ഇറങ്ങുന്നത്. അതായത് സാധാരണ പ്ലെയിൻ ലാൻഡ് ചെയ്യുന്ന പോലെയല്ല, അത്ര ഫോഴ്സിലല്ല ഇത് ഇറങ്ങുന്നത്. ഇത് സാവധാനത്തിൽ ഒരു പരുന്തിറങ്ങുന്നത് പോലെ ഗ്ലൈഡ് ചെയ്താണ് ഈ സീപ്ലെയിൻ ഇറങ്ങുക. അങ്ങനെ ഇറങ്ങുമ്പോൾ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന ആ സ്ഥലത്ത് ഒരു സ്പീഡ് ബോട്ട് ഉണ്ടാക്കുന്ന അലയൊലികൾ മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. അത് വെള്ളത്തിന്റെ ഹൈഡ്രോ കെമിസ്ട്രിയെ ഒരു രീതിയിലും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്.